മഹാലക്ഷ്മി സീരിയലിന്റെ ഇന്നത്തെ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹിയുടെ വളകാപ്പ് ഫംഗ്ഷൻ വളരെ ഗംഭീരമായി തന്നെ കമലേശ്വരത്തില് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്ടപ്പെടാതെയും സഹിച്ചും പിടിച്ചുമൊക്കെ തന്നെ ഉണ്ണിയും ദുർഗയും കരുണയും ആ ഒരു ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്, കൂട്ടത്തിൽ വാമദേവനും. എന്തായാലും വാമദേവനെ ഞെട്ടിച്ചുകൊണ്ടാണ് മുത്തശ്ശിയാണെങ്കിൽ ആ ഒരു കാര്യം അറിയിക്കുന്നത്. അതായത് തന്റെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് തന്നെ എതിർത്തുകൊണ്ട് പ്രതാപനാണെങ്കിൽ ഇവിടെ നിന്നും കാർ എടുത്ത് ഇറങ്ങിയിട്ടുണ്ടെന്നും അത് നേരെ കമലേശ്വരത്തിലേക്ക് തന്നെ ആയിരിക്കും എന്നൊക്കെ തന്നെ ഉറപ്പിച്ച് പറയുകയാണ്. ഇത് കേൾക്കുന്ന വാമദേവന്റെ കിളി പോകുന്നുണ്ട്. കാരണം പ്രതാപൻ ഇവിടെ എത്തുകയാണെങ്കിൽ ഉറപ്പായിട്ടും താൻ ഇത്രയും നാൾ കടന്റെ മുന്നിൽ അഭിനയിച്ചു നിന്നതും അതുപോലെ തന്നെ തന്റെ എല്ലാ കളത്തരങ്ങളും വെളിച്ചത്താകുമെന്നും അതോടുകൂടിയിട്ട് തന്റെ കുടുംബം അടക്കം തകർന്നു പോകുമെന്നും വാമദേവന് നല്ല ബോധമുണ്ട്. അതുകൊണ്ട് തന്നെ അയാളാണെങ്കിൽ പ്രതാപനെ എങ്ങനെയെങ്കിലൊക്കെ കടലിൽ നിന്നും തടയണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ വാമദേവൻ വേഗം തന്നെ അനന്തുവിനോടും സാഗറിനോടും അതുപോലെ കുറച്ചങ്ങോട്ട് മാറ്റി നിർത്തിയിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അതെ മക്കളെ, ഇവിടേക്ക് പ്രതാപൻ വരുന്നുണ്ടെന്നാണ് കേട്ടത്. ഇത് കേൾക്കുമ്പോൾ തന്നെ അനന്തു ആണെങ്കിൽ ആകെ ഷോക്കാവാണ്. കാരണം പ്രതാപനെ തടയേണ്ടത് ഇപ്പൊ അനന്തുവിന്റെ കൂടി ആവശ്യമാണ്. സത്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞതുകൊണ്ട് തന്നെ അനന്തവും ഇപ്പോ കണ്ണന്റെ മുന്നിൽ ഒരു കുറ്റവാളിയെ പോലെ തന്നെയാണ്. അങ്ങനെ അയാൾ ഒരിക്കലും കടനെ കാണരുത് എന്നൊക്കെ തന്നെ അനന്ത് പറയുന്നുണ്ട്. അതേപോലെ എത്രയും പെട്ടെന്ന് പ്രതാപനെ തടയണം, അവൻ അല്ലെങ്കിൽ ഈ ഒരു ഫംഗ്ഷൻ അലങ്കോലമാക്കിയിട്ടേ പോവുള്ളൂ എന്നൊക്കെ വാമദേവൻ പറയുന്നു. അങ്ങനെ പ്രതാപനെയും കാത്ത് എല്ലാവരും പുറത്തു നിൽക്കുന്നുണ്ട്. അങ്ങനെ വാമദേവനാണെങ്കിൽ ഒരു കാര്യം തീരുമാനിക്കുകയാണ്. ഈ ഒരു കാര്യം, അതായത് പ്രതാപൻ ഇങ്ങോട്ട് വരാനിരിക്കുന്ന കാര്യം കണ്ണനെ അറിയിക്കണമെന്നും കണ്ണന്റെ അച്ഛനെ കൊന്നത് താനാണെന്നുള്ള കാര്യം പ്രതാപൻ വിളിച്ചു കൂവി പറയുമെന്നൊക്കെ തന്നെ ഒരു കാര്യം അങ്ങനെ പറയാം. അതായത് കടനോട് ഒന്ന് മുൻകൂട്ടി ധരിപ്പിക്കാം. വെറുതെ സമനില തെറ്റിയിട്ടാണ് പ്രതാപൻ അങ്ങനെയൊക്കെ വിളിച്ചു കൂവുന്നത് എന്നുള്ള രീതിക്ക് കണ്ണനെ ധരിപ്പിച്ചു വെക്കാമെന്ന് വാമദേവൻ തീരുമാനിക്കുന്നു. അതുകൊണ്ട് തന്നെ അയാൾ കടന്റെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് എല്ലാവരോടും കൂടിയിട്ട് പറയുന്നുണ്ട് പ്രതാപൻ ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ടെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണൻ പറയുകയാണ്, അയാൾ ഇങ്ങോട്ട് വരട്ടെ, അയാളെ അല്ലെങ്കിൽ ഞാൻ കാണണമെന്ന് കരുതിയിട്ടാണ്. അല്ല മോനെ, ഈ ഫംഗ്ഷൻ കുളമാക്കാൻ വേണ്ടിയിട്ടാണ് അവൻ ഇങ്ങോട്ട് വരുന്നത്. അവനിപ്പോ തുടരെ തുടരെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ? നിന്റെ അച്ഛനെ അവനെ കൊന്നു എന്നാണ്. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ആകെ ഒന്ന് ഷോക്കാവുന്നുണ്ട്. എല്ലാവരും അത് മോൻ വിശ്വസിക്കണ്ട, അവന് സമനില തെറ്റിയിട്ട് പറയുന്നതാണ്. എന്തോ വിശ്വനാഥൻ അവന്റെ കൂടെ ഉണ്ടെന്നും മറ്റും അവൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒരുപക്ഷെ വിശ്വനാഥൻ പറയിപ്പിക്കുന്നതായിരിക്കാം. അതുകൊണ്ട് മോൻ അതൊന്നും കാര്യമാക്കണ്ട. ഈ ഫംഗ്ഷൻ കുളമാക്കാൻ ഞങ്ങൾ അവനെ സമ്മതിക്കില്ല. ഫംഗ്ഷൻ കുളമാക്കാൻ വിടരുത് എന്നൊക്കെ കണ്ണനോട് പറയുന്നുണ്ട്. അങ്ങനെ മഹിയാണെങ്കിൽ ആകെ വല്ലാതെയാവുന്നുണ്ട്. കാരണം ഒരുപക്ഷെ കണ്ണനായൊരു സത്യങ്ങളൊക്കെ തന്നെ വിശ്വസിക്കുകയാണെങ്കിൽ താൻ പിന്നെ പടിക്ക് പുറത്താണെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ കരുണയാണെങ്കിൽ മഹിക്ക് പലഹാരങ്ങളൊക്കെ കൊടുക്കുന്നതിനിടയിൽ കൈ വിറയ്ക്കുകയാണ്. കാരണം കരുണയുടെയും ജീവിതം തകരാനായിട്ട് പോവുകയാണല്ലോ. എന്തായാലും ഈ സമയം എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് പ്രതാപനാണെങ്കിൽ മുറ്റത്ത് വരുന്നുണ്ട്. കാറിൽ നിന്നും ഇറങ്ങിയ ഉടനെ മോനെ എടാ കണ്ണ എന്നൊക്കെ വിളിച്ചുകൊണ്ട് അകത്തേക്ക് പാഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സമയം നമ്മുടെ പ്രതാപനെ തടയാനായിട്ട് വാമദേവനും സാഗറും അതുപോലെ നമ്മുടെ അനന്തും ഒക്കെ തന്നെ ശ്രമിക്കുകയാണ്. എന്നെ വിട്, എനിക്ക് കണ്ണനെ കാണണം, ഞാന് എന്റെ മോളുടെ ഫംഗ്ഷന് പങ്കെടുക്കാനായിട്ട് വന്നതാ, എന്താ നിങ്ങൾക്ക് മാത്രം മതിയോ എനിക്ക് പങ്കെടുക്കണ്ടേ എന്ന് ചോദിച്ചുകൊണ്ട് ഇടിച്ചു കയറി ചെല്ലാനായിട്ട് പ്രതാപൻ ശ്രമിക്കുന്നു. വേണ്ട, നിങ്ങളിപ്പോ ഇവിടെ നിന്നും പോകാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് അനന്തു ആണെങ്കിൽ അയാളെ പിടിച്ചു മാറ്റുകയാണ്. പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതാപനാണെങ്കിൽ തന്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഉള്ളിലേക്ക് തള്ളി കയറുകയാണ്. എന്നിട്ട് കണ്ണനോട് വെട്ടിത്തുറന്ന് പറയുന്നുണ്ട്, എടാ കണ്ണാ മോനെ, നിന്റെ അച്ഛനെ ഞാനാടാ കൊന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ തന്നെ കണ്ണനാണെങ്കിൽ ആദ്യമൊന്നും ഞെട്ടുന്നുണ്ടെങ്കിലും വാമദേവൻ പറഞ്ഞത് പ്രകാരം നിങ്ങൾ സമനില തെറ്റിയിട്ട് പെരുമാറാതെ ഇവിടെ വന്ന ഫംഗ്ഷൻ കൂടിയിട്ട് ഭംഗിയായിട്ട് ഇവിടെ നിന്ന് തിരിച്ചു പോകാൻ നോക്കുന്നൊക്കെ പറയണം. എന്തായാലും കരുണ തടയാനായിട്ട് നോക്കുന്നുണ്ടെങ്കിലും മോനെ, നിന്നെ ഇവരെല്ലാരും ചേർന്ന് തെറ്റിദ്ധരിപ്പിച്ചിരിക്കുകയാണ്. ഞാൻ സത്യമാടാ പറയുന്നത്. നിന്റെ അച്ഛൻ വിശ്വനാഥൻ എന്റെ ഉറ്റ സുഹൃത്താടാ. നിന്റെ അച്ഛൻ പറയാൻ പറഞ്ഞിട്ട് ഞാൻ ഈ പറയുന്നത്, നീ ഒന്ന് വിശ്വസിക്കുന്നൊക്കെ പറഞ്ഞ് കണ്ണനോട് പ്രതാപൻ കാറി കൂവി ഓരോന്ന് പറയണം. എന്തായാലും കണ്ണനാണെങ്കിൽ അതങ്ങോട്ട് വിശ്വസിക്കുന്നില്ല. പിന്നീട് എല്ലാവരും ചേർന്ന് പ്രതാപനെ തള്ളി പുറത്താക്കുന്നുണ്ട്. തൽക്കാലം ഒരു ആശ്വാസമാവുകയാണ് കരുണയ്ക്കും മഹാലക്ഷ്മിക്കും അതുപോലെ മോഹിനിക്കും എല്ലാവർക്കും. എന്നാലും കണ്ണന്റെ മനസ്സിൽ വലിയൊരു സംശയമാണ് ഉടലെടുക്കുന്നത്. കാരണം എന്തുകൊണ്ടായിരിക്കും പ്രതാപൻ അങ്ങനെ പറയുന്നതെന്നും അതുപോലെ തന്റെ അച്ഛൻ പറഞ്ഞേൽപ്പിച്ചതാണെന്നൊക്കെ പ്രതാപൻ തുടരെ തുടരെ പറയുന്നതൊക്കെ തന്നെ കണ്ണന്റെ മനസ്സിൽ വല്ലാത്തൊരു സംശയത്തിന്റെ അകത്തേക്കാണ് കൊണ്ടുപോകുന്നത്. ഉണ്ണിക്കും അതുപോലെ തന്നെയാണ്. കാരണം പ്രതാപനെ കാണാനായിട്ട് കരുണ സമ്മതിക്കാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ പ്രതാപൻ വിളിച്ചു പോകുന്നതൊക്കെ തന്നെ സത്യമായിരിക്കുമോ എന്ന് അവനാണെങ്കിൽ ചിന്തിക്കുന്നു. അങ്ങനെ സംശയങ്ങളൊക്കെ തന്നെ രണ്ടുപേർക്കും ഉടലെടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരിക്കാം കിടിലൻ എപ്പിസോഡ്സിനായിട്ട്. ബൈ ബൈ.